എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. 56 കിലോ കഞ്ചാവുമായി റെയിൽവേയിലെ ബെഡ്രോൾ ജീവനക്കാർ ഉൾപ്പെടെ 3 പേർ പിടിയിലായി. പ്ലാറ്റ്ഫോമിന് സമീപം നിർത്തിയിട്ടിരുന്ന ടാറ്റാ നഗർ എക്സ്പ്രസിൽ നിന്നാണ് വൻ കഞ്ചാവ് ശേഖരം പിടിച്ചെടുത്തത്. റെയിൽവേ പോലീസും RPF-ഉം സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 56 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തത്. ബെഡ്രോൾ എത്തിക്കുന്ന റെയിൽവേ ജീവനക്കാർ ഉൾപ്പെടെ 3 പേരാണ് കേസിൽ പിടിയിലായത്. പുലർച്ചെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരുന്ന ടാറ്റാ നഗർ എക്സ്പ്രസിൽ നിന്നാണ് 56 കിലോയുടെ കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത്. വെസ്റ്റ് ബംഗാൾ സ്വദേശി സുഹ്ലാൽ, പാലക്കാട് സ്വദേശി ദീപക്, എറണാകുളം സ്വദേശി സ്വരൂപ് എന്നിവരാണ് പിടിയിലായത്. MDMA-യുമായി ബന്ധപ്പെട്ട പാലാരിവട്ടം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലും പ്രതിയാണ് ദീപക്. ഓപ്പറേഷൻ രക്ഷിതയും ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ചെക്കിങ്ങിൻ്റെ ഭാഗമായി 52 കിലോ കഞ്ചാവുമായിട്ട് കസ്റ്റഡിയിലെടുക്കുകയും അവരെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സഹായം ചെയ്തത് നമ്മുടെ റെയിൽവേ പോലീസിലെയും RPF-ലെയും ഡാൻസ് ഓഫ് ഇന്റലിജൻസ് ടീമാണ്. ശബരിമല മണ്ഡലകാലവുമായി ബന്ധപ്പെട്ട് തിരക്ക് കൂടിയതിനാൽ റെയിൽവേ സ്റ്റേഷനുകളിൽ പരിശോധന കർശനമാക്കിയിട്ടുണ്ടെന്ന് RPF-ഉം വ്യക്തമാക്കി. പോലീസിൻ്റെയും റെയിൽവേ സുരക്ഷാ സേനയുടെയും അംഗബലം വർദ്ധിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഊർജിതമായ ചെക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ഇതിലാണ് ഇതുപോലെ ബാഗുകളിലായി ഒളിപ്പിച്ചു വെച്ചുകൊണ്ടിരുന്ന ടാറ്റ വണ്ടിയിൽ കൊണ്ടുവന്ന ഇത് കൈമാറ്റം ചെയ്യുന്നതിനിടയിലായി ഇവരുടെ ഒരു 3 പ്രതികളെ ഇൻ്റർവ്യൂൻ ചെയ്യാൻ സാധിച്ചത്. അവരുടെ കയ്യിൽ നിന്ന് ഏകദേശം 52 കിലോയോളം കഞ്ചാവ്, 28 ലക്ഷത്തോളം രൂപ മതിപ്പ് വിലയുള്ള ഈ കഞ്ചാവ് പിടിച്ചെടുക്കുകയുണ്ടായി. അപ്പം ഇത് റെയിൽവേ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ചെയ്യുന്നതായിട്ടും കൂടെ ഒരു ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് അതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. കഞ്ചാവ് കൊച്ചിയിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ടും ഇടനിലക്കാരെ കേന്ദ്രീകരിച്ചും വിശദമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.